ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന അതിവിശിഷ്ടമായ ദാർശനിക കൃതിയിലെ 8ാമത് അധ്യായത്തിലെ 2ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. ഭക്തിയോഗം എന്ന പേരിലുള്ള ഈ അധ്യായത്തിലെ 2ാമത് ശ്ലോകം നമുക്കൊന്ന് ചൊല്ലാം. അനുസന്ധീയതേ ബ്രഹ്മ ബ്രഹ്മാനന്ദഘനം യതഃ സദാ ബ്രഹ്മാനുസന്ധാനം ഭക്തിരിത്യവഗമ്യതേ. അനുസന്ധീയതേ ബ്രഹ്മ ബ്രഹ്മാനന്ദഘനം യതഃ സദാ ബ്രഹ്മാനുസന്ധാനം ഭക്തിരിത്യവഗമ്യതേ. ഇതാണ് ശ്ലോകം. ആദ്യമായി ഈ ശ്ലോകത്തെ എങ്ങനെയാണ് അന്വയിക്കേണ്ടത് എന്ന് പറയാം. ബ്രഹ്മ അനുസന്ധീയതേ യതഃ ബ്രഹ്മ ആനന്ദഘനം സദാ ബ്രഹ്മാനുസന്ധാനം ഭക്തി ഇതി അവഗമ്യതേ. ഒന്നുകൂടെ പറയാം. ബ്രഹ്മ അനുസന്ധീയതേ യതഃ ബ്രഹ്മ ആനന്ദഘനം സദാ ബ്രഹ്മാനുസന്ധാനം ഭക്തി ഇതി അവഗമ്യതേ. ഇങ്ങനെയാണ് ഈ ശ്ലോകത്തെ അന്വയിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിലെ പദാനുപദ അർത്ഥം പരിശോധിക്കാം. ബ്രഹ്മ അനുസന്ധീയതേ, ബ്രഹ്മം അനുസന്ധാനം ചെയ്യപ്പെടും. യതഃ എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മ ആനന്ദഘനം, ബ്രഹ്മം ആനന്ദസ്വരൂപമാകുന്നു. ആനന്ദഘനമാകുന്നു എന്ന് പറഞ്ഞാൽ ആനന്ദത്തിൻ്റെ സ്വരൂപം പൂണ്ടതാകുന്നു ബ്രഹ്മം. സദാ ബ്രഹ്മാനുസന്ധാനം, എല്ലായ്പ്പോഴുമുള്ള ബ്രഹ്മസന്ധാനം, ബ്രഹ്മാനുസന്ധാനം എന്ന് പറഞ്ഞാൽ ഇടതടവില്ലാതെ ബ്രഹ്മത്തെ അനുസന്ധാനം ചെയ്യൽ എന്നാണ്. ഭക്തി ഇതി അവഗമ്യതേ, ഭക്തി എന്ന് മനസ്സിലാക്കപ്പെടുന്നു. അവഗമ്യതേ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കപ്പെടുന്നു എന്നാണ്. ഈ ശ്ലോകത്തിന്റെ സാമാന്യമായ അർത്ഥം സംക്ഷേപിച്ച് പറഞ്ഞാൽ അതിങ്ങനെയാണ്. ബ്രഹ്മം അനുസന്ധാനം ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മം ആനന്ദസ്വരൂപമാകും. ഇടമുറിയാതെയുള്ള ബ്രഹ്മധ്യാനം അഥവാ ബ്രഹ്മാനുസന്ധാനം ഭക്തി എന്ന് മനസ്സിലാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഭക്തി എന്നറിയപ്പെടുന്നു. ഇതാണ് ശ്ലോകത്തിന്റെ സാമാന്യമായ അർത്ഥം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിന്റെ വിശദമായ അർത്ഥതലങ്ങളിലേക്ക് കടക്കാം. മുൻ ശ്ലോകത്തിൽ ഭക്തിയെ ഇടതടവില്ലാത്ത ആത്മധ്യാനമായിട്ടാണ് ഗുരു നിർവചിച്ചത്. ആത്മധ്യാനം, ഇടതടവില്ലാത്ത ആത്മധ്യാനം, അതായത് ആത്മാനുസന്ധാനം ഭക്തി എന്നാണ് 1ാമത്തെ ശ്ലോകത്തിൽ ഗുരു ഭക്തിക്ക് നൽകിയ നിർവചനം. ഈ ശ്ലോകത്തിൽ ആ നിർവചനത്തെ ഇടതടവില്ലാത്ത ബ്രഹ്മധ്യാനം എന്ന ഭേദഗതിയോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ ശ്ലോകവും ഭക്തിയുടെ നിർവചനം എന്ന തരത്തിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ആദ്യം പറഞ്ഞ ആത്മാനുസന്ധാനം എന്ന പ്രയോഗത്തിന്റെ സ്ഥാനത്ത് ഇവിടെ ബ്രഹ്മാനുസന്ധാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ 2 ശ്ലോകങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ആത്മാവും ബ്രഹ്മവും യഥാക്രമം ഒരേ പരമ്പൊരുളിന്റെ തന്നെ വ്യഷ്ടി സമഷ്ടി ഭാവങ്ങളാകും. വ്യഷ്ടി സമഷ്ടി ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വരൂപത്തിലും അതുപോലെ
സമഷ്ടി സ്വരൂപം എന്ന് പറയുമ്പോൾ ഈ വിശ്വവിധാനീയത മൊത്തം നിറഞ്ഞ് നിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ്. ആത്മാവും ബ്രഹ്മവും ഒന്ന് തന്നെയാണ്. അതിനെ നമ്മൾ ജീവാത്മാവെന്നും പരമാത്മാവെന്നും വിവക്ഷിക്കുന്നുണ്ട്. വ്യക്തിഗത ബ്രഹ്മസ്വത്വം തന്നെയാണ്, അല്ലെ ബ്രഹ്മസത്ത തന്നെയാണ് ജീവാത്മാവെന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ വെറും ആത്മാവ് എന്ന പ്രയോഗത്തിലും അർത്ഥമാക്കുന്നത്. ആത്മാവെന്ന് പറയുമ്പോൾ അതിനെ ജീവാത്മാവ് എന്ന അർത്ഥത്തിലാണ്. അത് വ്യഷ്ടി സ്വരൂപമാണ്. ആത്മാവിൻ്റെ വ്യഷ്ടി സത്തയാണ്. ആത്മാവിൻ്റെ അല്ല, ബ്രഹ്മത്തിന്റെ വ്യഷ്ടി സത്തയാണ് ആത്മസത്ത. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് രീതിയിൽ ഗുരു പറഞ്ഞത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആത്മാനുസന്ധാനം, ഈ ആത്മാവ് എന്ന പദത്തെ പല ഉപനിഷത്തുകളിലും ബ്രഹ്മത്തിന്റെ പ്രതീകമായി, ബ്രഹ്മത്തിന് പകരമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലായിടത്തും വ്യാപിച്ച് നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് ആത്മാവ് എന്ന പദത്തിന്റെയും അർത്ഥം. ആതതം എന്ന വാക്കിന്റെ അർത്ഥം സർവത്ര നിറഞ്ഞ് വ്യാപിച്ചു നിൽക്കുന്നതെന്നാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ആ ബ്രഹ്മമെന്നോ അല്ലെങ്കിൽ പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ അതവിടെ വരുന്നത്. അപ്പൊ ആത്മാവ് എന്ന് മാത്രം പറഞ്ഞാലും ആ പരമാത്മാവിനെ തന്നെ അർത്ഥമാക്കാം. അങ്ങനെ ചില ഉപനിഷത്ത് സന്ദർഭങ്ങളിലൊക്കെ ഉപനിഷത്ത് ഋഷികൾ ആ പദത്തെ പരമാത്മാവിന്റെ പര്യായമായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്നാൽ ഗുരുദേവൻ അങ്ങനെയല്ല, ഇതിനെ രണ്ടിനെ എടുത്തു കാണിക്കുന്ന പര്യായം എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ ഇതിന് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉപനിഷത്ത് പഠനത്തിന് രണ്ട് മാതൃകകളുണ്ട്. അതിലെ ഒന്നാമത്തെ മാതൃക എന്ന് പറയുന്നത് വ്യഷ്ടി സത്തയിൽ തുടങ്ങി സമഷ്ടി സത്തയിലേക്കുള്ള അന്വേഷണമാണ്. അത് നമ്മൾ ഈ ഈശാവാസ്യ ഉപനിഷത്തിന്റെ പഠനം നടത്തിയപ്പോൾ വിശദീകരിച്ചതാണ്. അതായത് വ്യഷ്ടി സത്തയിൽ തുടങ്ങി സമഷ്ടി സത്തയിലേക്കുള്ള അന്വേഷണം, അതിനെ ആരോഹണക്രമത്തിലുള്ള സത്യാന്വേഷണം എന്നാണ് പറയുന്നത്. ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് 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 പോവുക എന്നാണ്. അപ്പൊ നമ്മളതിനെ വളരെ ലളിതമായി പറഞ്ഞാൽ, ഇപ്പൊ അക്കങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ 0 മുതലാണ് അക്കങ്ങൾ എണ്ണി മുകളിലേക്ക് പഠിക്കുന്നത്. അപ്പൊ അവിടെ 0 ആദ്യം പഠിക്കുന്നില്ല, എന്നാൽ ആദ്യം 0 പഠിപ്പിക്കുന്നവരുമുണ്ട്. 1, 2, 3, 4, 5. അപ്പൊ 0ത്തെ നമ്മൾ സങ്കല്പിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പൊ 0 എന്ന് പറയുന്ന ഒരു സാധനത്തെ തൊട്ട് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ നഴ്സറി ക്ലാസ്സുകളിലൊക്കെയുള്ള കുട്ടികളെ 1, 2 എണ്ണി പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ സാധാരണയായി വല്ല മുത്തുകളോ അല്ലെ വെള്ളാരം കല്ലുകളോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ള സാധനങ്ങൾ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അതിനെ ഓരോന്നിങ്ങനെ നീക്കി നീക്കി ആണ് എണ്ണി പഠിപ്പിക്കുന്നത്. അതിനെയാണ് തൊട്ടെണ്ണുക, തൊട്ടെണ്ണും പൊരുൾ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു 100 മുത്തുകളോ അല്ലെ 100 വെള്ളാരം കല്ലുകളോ അല്ലെ മറ്റെന്തെങ്കിലും 100 സാധനങ്ങൾ, ചെറിയ ഏതെങ്കിലും സൗകര്യപ്രദമായ സാധനം എടുത്തിട്ട് അതിൽ ഒന്നിനെയും കൊണ്ട് നീക്കിയിട്ട് കുഞ്ഞുങ്ങളോട് പറയും 1, അതിന് മറ്റൊന്നും എടുത്തിട്ട് 2, ഇങ്ങനെ നമ്മൾ എണ്ണി എണ്ണി പഠിപ്പിക്കും. അതിനെ തൊട്ടെണ്ണി പഠിക്കൽ എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ 1, 2 എണ്ണി 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 100 വരെ എണ്ണി പഠിക്കുന്നതിനെ ആരോഹണക്രമത്തിലുള്ള പഠനമെന്നാണ് പറയുക. നമ്മളപ്പോ ഒരു കൊച്ചുകുട്ടിയെ ഇങ്ങനെ 100 മുത്തുകൾ എടുത്തിട്ട് അതിനെ ഓരോന്നോരോന്ന് നീക്കി എണ്ണി പഠിപ്പിച്ച് 100 വരെ എണ്ണി പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് 100 എന്ന് പറയുന്ന സംഖ്യ എന്താണെന്ന്, അതിലെ ഓരോ സംഖ്യ എന്താണ്, 1 മുതൽ 100 വരെയുള്ള എല്ലാ അക്കങ്ങളും എന്താണെന്ന് ക്രമേണ പരിശീലനത്തിലൂടെ മനസ്സിൽ ഉറച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതേ അനുഭവം തന്നെയാണ്, അല്ലെ അതേ പ്രക്രിയ തന്നെയാണ് വ്യഷ്ടി സത്തയിൽ തുടങ്ങി സമഷ്ടി സത്തയിലേക്കുള്ള സത്യാന്വേഷണത്തിൽ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ആത്മാവിൽ, ജീവാത്മാവിൽ ഞാൻ ആരാകുന്നു എന്ന് അന്വേഷണം തുടങ്ങുകയാണ്. അപ്പൊ ഈ ഞാൻ ആരാകുന്നു, ഞാൻ എങ്ങനെയുണ്ടായി, എന്നിട്ട് ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണമാണ്. അത് കേനോപനിഷത്ത് ശരിയായ രീതിയിൽ ആ ഒരു പഠനമാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അവിടെ എല്ലാം പിന്നെ ഞാൻ ആരാണ്, എന്നിലിരുന്നു കൊണ്ട് എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്, ആ ഒരു പ്രേരണ നൽകുന്നത് ആരാണ്, എന്നിട്ട് ഈ എൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനെ കൊണ്ട് എന്നെ
പ്രേരിപ്പിക്കുന്നത് ആരാണ്? ഇങ്ങനെ കുറേ ചോദ്യങ്ങളാണ് ആ ഉപനിഷത്തിന്റെ പഠനത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ശരിക്കുമുള്ള സത്യാന്വേഷണത്തിന്റെ മാതൃക. കേനോപനിഷത്തിൽ പറയുന്ന ഒരു മാതൃകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഇതുണ്ട്, പ്രശ്നോപനിഷത്തിൽ നേതി 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 എന്ന് പറയും. അപ്പോൾ ഓരോന്ന് കണ്ടിട്ട് അതാണോ, അപ്പോൾ സത്യാന്വേഷണം നടത്തിയിട്ട് അന്വേഷിക്കുന്ന കാര്യം ഇതാണോ അതാണോ എന്ന് ചോദിക്കുകയാണ്, സ്വയം ചോദിക്കുകയാണ്. എന്നിട്ട് അതല്ല എന്ന് പറഞ്ഞിട്ട് നേതി അതല്ല, നാ ഇതി എന്നാണ് നേതി എന്ന് പറഞ്ഞാൽ, ഇതല്ല 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 എന്നിങ്ങനെ തള്ളി തള്ളി തള്ളിപ്പോയി. അങ്ങനെ ആ അന്വേഷണത്തെ തള്ളി 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 വിട്ട് അവസാനം യഥാർത്ഥ സത്യത്തിൽ എത്തിച്ചേരുമ്പോൾ ആ ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ എത്തുന്നതായ അനുഭൂതി സത്യാന്വേഷണം ഉണ്ടാകും. ഇതാണ് ആ വ്യഷ്ടിഗത സത്തയിൽ തുടങ്ങി സമഷ്ടിതല സത്തയിലേക്കുള്ള സത്യാന്വേഷണത്തിന്റെ മാതൃക. ഇതിന്റെ നേരെ വിപരീതമാണ് സമഷ്ടിതല സത്തയിൽ തുടങ്ങി വ്യഷ്ടിതല സത്തയിലേക്ക് കടന്നു വരികയാണ്. എന്ന് പറയാം, അവിടെ ഋഷിമാര് പഴയ കാലത്ത് സത്യാന്വേഷണം തുടങ്ങിയപ്പോൾ അവർ സൂര്യനെ കുറിച്ചുള്ള അന്വേഷണം തന്നെ തുടങ്ങിയ ഒരു ഉദാഹരണം പറയാം. അപ്പൊ ഈ ഋഷി ആകാശത്തിൽ സൂര്യനെ കണ്ടു, അതുപോലെ തന്നെ രാത്രികാലത്ത് ചന്ദ്രനെയും ആകാശത്ത് കണ്ടു. പകൽ കഴിഞ്ഞ് രാത്രി തുടങ്ങുമ്പോൾ സൂര്യൻ അസ്തമിച്ച് അപ്രത്യക്ഷമായി പോകുന്നു. അതുപോലെ പകലാകുമ്പോഴേക്കും ചന്ദ്രനും മറഞ്ഞു പോകുന്നു. അപ്പൊ എന്താണ് ഈ സൂര്യനും ചന്ദ്രനും? അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ആദ്യം അവർ തുടങ്ങി. അപ്പൊ അതിനെ നമുക്കൊരു സമഷ്ടിതല അന്വേഷണത്തിന്റെ ഒരു മാതൃകയായിട്ട് പറയാം. അപ്പൊ അങ്ങനെ അവര് ആ സൂര്യചന്ദ്രന്മാരെ കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സമഷ്ടി സത്തയിലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ മനസ്സിൽ ഗ്രഹിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്താൻ അവർ ഓരോ പടി താഴേക്ക് ഇറങ്ങി വന്ന് അവസാനം അവരുടെ ആത്മബോധത്തിലേക്ക് എത്തിച്ചേരുകയാണ്. എന്നിട്ട് ആ ആത്മബോധം തന്നെയാണ് സർവോപരി നിറഞ്ഞു നിൽക്കുന്ന ആത്മബോധമെന്ന് സ്ഥിരീകരിച്ചെടുക്കുന്ന ഒരു പഠന രീതിയാണ് സമഷ്ടിതല സത്തയിൽ നിന്ന് തുടങ്ങി വ്യഷ്ടിതല സത്തയിലേക്കുള്ള സത്യാന്വേഷണ മാതൃക. അപ്പൊ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടി കൂടിയാണ് ഗുരുദേവൻ ആദ്യത്തെ ശ്ലോകത്തില് ഇടതടവില്ലാത്ത ആത്മധ്യാനമാകുന്നു ഭക്തി എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാം ശ്ലോകത്തില് ഇടതടവില്ലാത്ത ബ്രഹ്മധ്യാനമാകുന്നു ഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും സത്തയായിട്ട് തന്നെ മനസ്സിലാക്കി, അതായത് ഒന്നിനെ വ്യഷ്ടിതല സത്തയായും മറ്റൊന്നിനെ സമഷ്ടിതല സത്തയായും മനസ്സിലാക്കി ഈ രണ്ടു തരത്തിൽ ആരോഹണക്രമത്തിലും അവരോഹണക്രമത്തിലും സത്യാന്വേഷണം നടത്താൻ സാധിക്കും എന്നുള്ള ആ ഒരു വസ്തുത കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഗുരുദേവൻ ഇങ്ങനെ ഈ രണ്ട് നിർവചനങ്ങൾ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ തന്നിരിക്കുന്നത്. അപ്പൊ ഇനി പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മജിജ്ഞാസുക്കൾ ബ്രഹ്മത്തെ എല്ലായ്പ്പോഴും അനുസന്ധാനം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മം ആനന്ദസ്വരൂപമാകുന്നു എന്നാണ്. അപ്പൊ ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞ ആത്മാവിനെ എപ്പോഴും ഇടതടവില്ലാതെ അനുസന്ധാനം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് ആനന്ദഘനമാകുന്നു എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ അത് തന്നെയാണ് ബ്രഹ്മത്തെ, ആത്മാവിന്റെ സ്ഥാനത്ത് ബ്രഹ്മത്തെ നിർത്തി പറയുകയാണ്. ബ്രഹ്മം ആനന്ദഘനമായതുകൊണ്ട് അല്ലെങ്കിൽ ആനന്ദ സ്വരൂപമായതുകൊണ്ടാണ് ജ്ഞാനികൾ ബ്രഹ്മത്തെ സദാ ധ്യാനം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സത്യാന്വേഷണം ആര് നടത്തിയാലും ആ സത്യാന്വേഷണത്തിന്റെ ലക്ഷ്യം സത്യം കണ്ടെത്തലാണ്. ഈ സത്യം കണ്ടെത്തുമ്പോൾ കിട്ടുന്ന അനുഭൂതിയാണ് ആനന്ദം. അപ്പൊ നമ്മളത് സത്യം കണ്ടെത്തുന്ന അന്വേഷണം മാത്രമല്ല, മറ്റ് ഭൗതിക തലത്തിലുള്ള ഏത് പ്രവൃത്തി എടുത്തു നോക്കിയാൽ, ഇപ്പൊ ഹിമാലയ പർവ്വതത്തിന്റെ മുകളിലെത്താൻ ഒരാൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെയൊക്കെ ചെയ്തത് എന്താണ്? അവർക്ക് ആ എവറസ്റ്റ് എന്ന് പറയുന്ന മഹാപർവ്വതത്തിന്റെ മുകളിൽ ചെന്ന് കൊടി നാട്ടുമ്പോൾ അവരുടെ മനസ്സിലുള്ള ലക്ഷ്യം ഇതാണ്. ആ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ അവരെത്തി എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുവാനുള്ള അവരുടെ ഇച്ഛ, ആ ഇച്ഛ സാക്ഷാത്കരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അനുഭൂതിയാണ്. ആ അനുഭൂതി തന്നെയാണ് ഈ സത്യാന്വേഷകനും അനുഭവിക്കുന്നത്. കാരണം സത്യത്തെ അറിയപ്പെടാത്ത ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു വസ്തു, അതിനെ കണ്ടെത്താനുള്ള ശ്രമമാണല്ലോ സത്യാന്വേഷണം എന്ന് പറയുന്നത്. അപ്പോൾ സത്യാന്വേഷണം നടത്തി അതിൽ വിജയം കണ്ടെത്തുമ്പോൾ കിട്ടുന്ന അനുഭൂതിയും നിർവൃതി, അതാണ് ആനന്ദം.
ആ ആനന്ദം ബ്രഹ്മസ്വരൂപമാണ്, നമ്മുടെ ജ്ഞാനസ്വരൂപമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണെന്ന് നമുക്കറിയാം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച് നമുക്ക് ഉറപ്പ് വന്ന കാര്യമാണ്. ബ്രഹ്മവും അറിവും ഒന്നു തന്നെയാണ്. അറിവിന്റെ സാക്ഷാത്കാരമാണ്. ഇവിടെയുള്ള സകലതും അറിവിന്റെ രൂപത്തിലാണ് നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന അറിവ്, ആ അറിവിനെ നമ്മൾ യഥാർത്ഥമായി ആ അറിവിന്റെ രൂപത്തിൽ തന്നെ മായമില്ലാതെ നിർവ്യാജമായ സത്യത്തെ നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നിർവൃതി, ആ നിർവൃതിയാണ് ആനന്ദം. അപ്പൊ ആ ആനന്ദമാണ് ബ്രഹ്മം. അതുകൊണ്ടാണ് ആനന്ദത്തിനു വേണ്ടിയാണ് ആളുകൾ ബ്രഹ്മധ്യാനം നടത്തുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മാനുസന്ധാനം നടത്തുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഭക്തിക്ക് 9 ഭാവങ്ങളും അതുകൂടാതെ മറ്റ് 4 ഭാവങ്ങളും നമ്മൾ പഠിച്ചതാണ്. ആദ്യത്തെ ശ്ലോകത്തിന്റെ പഠനത്തിൽ അത് വിശദീകരിച്ചതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഭാവങ്ങളിലുള്ള ഭക്തിക്കൊക്കെ അതിൽ അവസാനത്തെയും ഉത്കൃഷ്ടവുമായ ഭക്തി എന്ന് പറയുമ്പോൾ ഗുണാതീത ഭക്തി എന്ന് പറയും. അതാണ് ബ്രഹ്മജ്ഞാനം. അപ്പൊ ഇവിടെ ഗുരു ആ ഭക്തിയെക്കുറിച്ചാണ് പറയുക. ആത്മാനുസന്ധാനവും അതുപോലെ ബ്രഹ്മാനുസന്ധാനവും എന്ന് പറയുന്നത് ഗുണാതീത ഭക്തിയാണ്. അപ്പൊ അവിടെ യാതൊരു ഉപാധിയുമില്ല, അത് നിരുപാധികവും അതുപോലെ നിർഗുണവും ഒക്കെയാണ് ആ ഭക്തിയുടെ സ്വരൂപമെന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ ഭക്തിക്ക് പ്രത്യേക ലക്ഷ്യങ്ങളില്ല, അവിടെ ആനന്ദം മാത്രമാണ് ലക്ഷ്യം. ആനന്ദം എന്ന് പറയുന്ന അറിവിനെ അറിവായി തന്നെ സാക്ഷാത്കരിക്കുമ്പോൾ കിട്ടുന്ന ആ മാനസിക നിർവൃതിയാണ്. മറ്റ് ഭക്തികൾക്കുള്ള അവിടെ ഒരു ദോഷമുള്ളത് അർച്ചനം, അതുപോലെ പൂജനം, നമ്മൾ യജ്ഞങ്ങൾ, യാഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല ഭക്തി മാർഗങ്ങളുണ്ട്. അവിടെയൊക്കെ എത്ര നടത്തിയാലും ഒരാൾക്ക് പരിപൂർണ തൃപ്തി നേടിയെടുക്കാൻ സാധ്യമല്ല. കാരണം അതെല്ലാം ഈ ദ്രവ്യാധിഷ്ഠിതമാണ്. പണം അവിടെ ഒരു ഘടകമാണ്. എന്നാൽ ബ്രഹ്മധ്യാനത്തിന് പണച്ചെലവില്ല. അതാണ് ഇവർ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണമായി പറയാം, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് തന്നെ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്നൊരു സൗകര്യം ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തി നിസ്വാർത്ഥമായി, ഇവിടെ പണച്ചെലവോ അല്ലെങ്കിൽ മറ്റ് യാതൊരു അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ക്രമീകരണങ്ങൾക്കൊന്നും നമുക്ക് ധനവ്യയം ആവശ്യമായി വരുന്നില്ല. അപ്പം ഇതൊരു അത്തരത്തിലുള്ള ബ്രഹ്മാനുസന്ധാനത്തിന് ഉദാഹരണമായിട്ട് പറയാവുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളിപ്പോൾ നടത്തുന്ന ഈ ജ്ഞാനസംവാദം. അപ്പോൾ നമ്മളിവിടെ ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ഈ കൃതി പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് പ്രത്യേക സാമ്പത്തിക ലക്ഷ്യങ്ങളില്ല, അതുപോലെ അതിന് മറ്റ് ഈ ഔപചാരികമായ ക്രമീകരണങ്ങളുടെ ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് നിരന്തരമായ ബ്രഹ്മാനുസന്ധാനം എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും താണപടിയായി ഇതിനെ കണക്കാക്കാം. അപ്പൊ മറ്റൊന്ന് കാര്യങ്ങൾ പറയുന്നത് ഈ ബ്രഹ്മാനുസന്ധാനം എന്ന് പറയുന്നത് ആത്മനിഷ്ഠമാണ്. ആത്മനിഷ്ഠം എന്ന് പറയുമ്പോൾ ഈ ധ്യാനത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയുടെ ആത്മബോധം, ആത്മപ്രകാശം, ഇത് രണ്ടും, ഈ ആത്മബോധവും ആത്മപ്രകാശവും, അത് രണ്ടും ഇതിലൊരു പ്രധാന ഘടകമാണ്. ആത്മപ്രകാശവും ആത്മബോധവുമുള്ള ആളുകൾക്ക് മാത്രമേ ബ്രഹ്മാനുസന്ധാനത്തിൽ ഏർപ്പെടാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയയുടെ തീഷ്ണത, അത് ഇതിൻ്റെ ആനന്ദാനുഭൂതിയുടെ പ്രാപ്തിയിൽ ഒരു നിർണായക ഘടകമാണ്. അപ്പം നമ്മൾ ഈ ബ്രഹ്മാനുസന്ധാനത്തിന് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടി, ബ്രഹ്മാനുസന്ധാനം എന്ന് പറയുമ്പോൾ അതിനൊരു മാനസിക പക്വതയും അതുപോലെ ആ ഒരു നിലവാരത്തിലേക്കുള്ള ഒരു ജ്ഞാനപരമായ ഉയർച്ചയും ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ബ്രഹ്മാനുസന്ധാനത്തിൽ ഏർപ്പെടാൻ പറ്റൂ. അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ വളരെ ലളിതമായി തോന്നും. അതിനെയൊക്കെ തിരസ്കരിച്ച് ഈ ഒരു ഉത്തുംഗ നിലയിലേക്ക്, അതായത് ഭക്തിയുടെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ആ നിലയിലേക്ക് അവർക്ക് മാത്രമേ എത്തിച്ചേരാൻ സാധിക്കൂ. അപ്പോൾ ഈ സാധകന്റെ അല്ലെങ്കിൽ ബ്രഹ്മാനുസന്ധാനം നടത്തുന്ന ആളിന്റെ ആത്മപ്രകാശവും അതുപോലെ ആ ഒരു ആത്മബലവും ഒക്കെ ഈ ബ്രഹ്മാനുസന്ധാനത്തെയും ആത്മാനുസന്ധാനത്തെയും
സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് വിശദമാക്കി തരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഗുരുധർമ്മം വിജയിക്കട്ടെ.